ഇന്നലെ സൂപ്പറായിട്ടോ ചൂടാവണല്ല എന്റെ ടോൺ ഇങ്ങനെയാണ് കുടുങ്ങണായിക്കോളൂ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യണ എല്ലാം ശരിയാവും. കാലം കുറച്ചാലും ഇപ്പൊ ശരിയാക്കാന്ന് ചിലച്ചോണ്ടിരുന്നാ പോരാ. എപ്പൊ ശരിയാക്കാ ഒക്കെ ഒന്ന് ഇപ്പൊ പറയണം. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ട്വിൻസ് വ്ലോഗ് ബൈ അബി ആൻഡ് ഗ്രീഷ്മ. അപ്പൊ ഗുഡ് മോർണിംഗ്. ഞാനിത് വന്നേക്കണത് വണ്ടിയുള്ളവര് വണ്ടി വാഷ് ചെയ്യാൻ ഫോം വാഷിനും കാർ വാഷ് ബൈക്ക് വാഷ് ഒക്കെ പുറത്തേക്കും കൊടുക്കുന്നത്. അപ്പൊ അത് ഫോം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഈസി ആയിട്ട് എങ്ങനെ വീട്ടിൽ നിന്ന് ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ എന്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി മേടിച്ച ഒരു എക്യുപ്മെന്റ് ആണ്. അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നമ്മൾ കാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യം വാഷിന് കൊടുക്കുമ്പോഴത്തേനും ആ ഒരു പൈസ ആകും. ബിലോ 1000 റേഞ്ചിലേ ഉള്ളൂ. ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. അപ്പൊ അത് ഫോം വാഷിനും വാട്ടർ വാഷിനും യൂസ് ചെയ്യാം. പക്ഷെ വാട്ടർ വാഷ് എനിക്ക് അത്രയും ഹെൽപ്ഫുൾ ആയിട്ട് തോന്നില്ല. പക്ഷെ ഫോം വാഷ് അടിപൊളിയാണ്. അപ്പൊ സാധനം തന്നെ കാണിച്ചു തരാം. അപ്പൊ ടൈം ഏകദേശം 7 മണി. സൂചനൊക്കെ എണീറ്റ് വന്നി. എനിക്ക് തോന്നുന്നത് ഏകദേശം 1.8 ലിറ്റർ കപ്പാസിറ്റിയാണ് ഇതിനുള്ളത്. ഇതിന്റെ ഫങ്ഷനിങ് ആസ് യൂഷ്വൽ നമ്മൾ കാണുന്ന പോലെ തന്നെ ഇതിലൂടെ ഇങ്ങനെ എയർ പമ്പ് ചെയ്യുക, ഉള്ളിൽ വാട്ടർ ഫില്ല് ചെയ്യുക. അപ്പോൾ ഇതിലൂടെ സ്പ്രേ ചെയ്യും. ഈ സ്പ്രേ ചെയ്യണത് ഇത് ഫോം സ്പ്രേ ചെയ്യാനുള്ളതാണ്. അതേപോലെ തന്നെ 2 നോബും കൂടി വേറെ തന്നുണ്ട്. ഇത് സ്ട്രെയിറ്റ് ആയിട്ട് പോകാനും പിന്നെ ഇത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വാട്ടർ പോകാനുള്ള 2 നോബും ഉണ്ട്. അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ്. ഞാൻ ഇന്നലെ ഓൾറെഡി യൂസ് ചെയ്ത് നോക്കി. എന്നാലും ഇത് വണ്ടി കഴുകണം എങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. സംഭവം സിമ്പിളാണ്. ഇതിൽ എയർ ടൈറ്റ് ആവും. ഇതിലൂടെ വെള്ളം അല്ലെങ്കിൽ ഫോം സ്പ്രേ ചെയ്യും. ഇതിന് ഞാൻ യൂസ് ചെയ്യണത് നമ്മുടെ ഷോപ്പിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു കാർ അല്ലെങ്കിൽ ബൈക്ക് ഷാമ്പു ആണ്. ഇതിൻ്റെ വില 5 രൂപ. ഇത് ഏകദേശം 1000 റുപ്പീസ് എങ്ങാണ്ടായി. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇപ്പോൾ കാറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ബൈക്കാണെന്നുണ്ടെങ്കിലും ഈസി ആയിട്ട് നമുക്ക് ഫോം വാഷ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്. സംഭവം എല്ലാവരൊക്കെ ചെയ്യണ പോലെ തന്നെ ബക്കറ്റിലൊക്കെ ഫില്ല് ചെയ്യുന്ന പകരം ഈ ക്യാനിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഞാനൊരു 2 പാക്കറ്റ് എടുക്കട്ടെ. നൈസായിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. ഇത് ലിഡ് അടച്ചു കൊടുക്കുക. നല്ലോണം ടൈറ്റായിട്ട് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. എന്നാലേ ഫോം ആകുള്ളൂ. എന്നിട്ട് നല്ലോണം എയർ പ്രഷർ ചെയ്യുക. ഇത്രയുള്ളൂ ഇതിൻ്റെ ഫങ്ഷൻ. പിന്നെ ഇത് സ്പ്രേ ചെയ്തോളൂ. സ്കൂട്ടർ ഇവിടെ താഴെയാണ്. അപ്പോൾ താഴത്തേക്ക് പോട്ടെ. അപ്പോൾ ഇതാണ് എൻ്റെ സ്കൂട്ടർ. കണ്ടില്ലേ, ഫുൾ പൊടിയാണ്. ഞാനിതിനാ കഴുകി സെറ്റാക്കി എടുക്കട്ടെ. ഞാൻ ഉപദേശിക്കുന്നു കരുതുന്നു. മുതലാളി ഒരു ചെത്തിയാണ്. മുതലാളി നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. എന്ത് തീരുമാനം? കഴുകാൻ ഇത്ര സാധനങ്ങളാണ് യൂസ് ചെയ്യണം. ഇവിടെ ഹോസ് ഇല്ലാത്തതുകൊണ്ടിട്ട് ഞാൻ എപ്പോഴും ഈ വാട്ടർ ക്യാനിൽ വെള്ളം നിറച്ചിട്ടാണ് കഴുകാറ്. ഓരോണ്ട് കേട്ടോ. എന്നെ കൊണ്ട് തോറ്റു. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. അപ്പൊ പ്രശ്നം ഗുരുതരമാണ്. ശരി, ഞാനിത് ആരോടും പറയുന്നില്ല. ഉറപ്പാടാം. അങ്ങനെയൊന്നുമില്ല. കൂടുതൽ ഓവറായത് ഞാനെന്താ ഇങ്ങനെ. ഇന്നലെ നോക്കിയപ്പോ നല്ല പതവുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അത്ര പതവൊന്നുമില്ല. പ്ലാസ്റ്റിക് കവർ അടക്കണ്ട്. അത് മിക്കവാറും കുടുങ്ങണായിക്കോളൂ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യണായിക്കോളൂ സീൻ. അല്ല സാർ, വേണ്ട, ഒന്നും പറയണ്ട. ഇത് മാറ്റിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ആ ഉള്ളിലുണ്ടായ പ്ലാസ്റ്റിക് കവർ ബ്ലോക്ക് ആയതുകൊണ്ടാണ് നേരത്തെ ഫോം വരാത്തത്.
ഇതാണ്ടില്ല ഇപ്പൊ ഇത് പണ്ട് സീമൊക്കെ ശിവന്റെ മാറി മുടിവെട്ടാമെന്ന ബാർബറെ കിടിലനായിട്ട് കഴുത്തിക്കിടന്ന ഫോം പാമ്പ് കടിച്ചോടിച്ച പോലെ ആയല്ല. ഈ 300-400 എടുത്തൊന്നും ഈ കാർ വാഷിന് ഫോം ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല. ഈ 5 രൂപയുടെ പാക്കറ്റ് തന്നെ ലാവിഷാണ് നമുക്ക് ഒരു വണ്ടി കാറെ കഴുകി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. ഈ ക്യാൻ്റെ കപ്പാസിറ്റി 1.8 ലിറ്ററാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഒരു അധോലോകത്ത് നടക്കും പൊതുജനങ്ങൾക്ക് ആശ്വാസം പകരും. പിന്നീട് ആ ഫോം മൊത്തം ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. അയ്യോ, യാഥാർത്ഥ്യമാണ്. സ്പ്രേ ആണ് അത്രയും പവറില്ലേട്ടാ, അത്ര പോരാ. ഫോം സെറ്റാണ്, ഫോം ഉപയോഗിക്കാൻ പൊളിയാണ്. കഴുകളെ കഴിഞ്ഞ് ഇപ്പൊ ചെറുതായിട്ട് എൻ്റെ ക്യാമറയുടെ ചാർജ് തീർന്നു. ഇപ്പോൾ ഈ സൈഡ് നമുക്ക് സ്പ്രേ അതായത് ഫോം വാഷ് നമുക്ക് കടയിലൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സൈഡ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇതാണ് വണ്ടിയുടെ ഫൈനൽ ഔട്ട്പുട്ട്. സെറ്റല്ലേ? ഇത് കാണുമ്പോൾ ജസ്റ്റ് മറ്റേ ചെടിക്കൊക്കെ വെള്ളം അടിക്കണ സാധനമായിട്ട് തോന്നുമെങ്കിലേ കിടിലം പവറാണ്. ഇപ്പൊ ഈ പോണ ആ ഒരു പവറല്ല, എത്ര ലോങ്ങിലേക്ക് വേണമെങ്കിൽ നമുക്ക് അടിച്ച് ആ വെള്ളം നമുക്ക് സ്പ്രേ ചെയ്തെടുക്കാൻ പറ്റും. വെള്ളമാണെങ്കിലും ഫോം ആണെന്നുണ്ടെങ്കിലും ഈസി ആയിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് വണ്ടി കഴുകാൻ മാത്രമല്ല കേട്ടോ, വീട്ടിൽ മേടിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ വാഷ്റൂംസ് ഇല്ലാന്നുണ്ടെങ്കിൽ വാഷ് ബേസിൻസ് അല്ലെങ്കിൽ നമ്മുടെ അടുക്കളയിലൊക്കെ സിങ്ക് അതൊക്കെ നമുക്ക് ഫോം ഉപയോഗിച്ച് ഈസി ആയിട്ട് നമുക്ക് സ്പ്രേ ചെയ്തിട്ട് ഇതിലെ ആ നോബ് മാറ്റിയിട്ട് വെള്ളം സ്പ്രേ ചെയ്തിട്ട് തന്നെ നമുക്ക് കഴുകാൻ പറ്റും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള എക്യുപ്മെന്റ് ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യണത്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായാല് ചാനലിൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്